ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ യാത്ര KSRTCയിലാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഞങ്ങൾക്ക് KSRTCയിൽ ഒരു ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ച് റീൽസിലൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ട്രിവാൻഡ്രത്തുള്ള പൊന്മുടിയിൽ ഭയങ്കരമായിട്ട് നല്ല കോടയാണ്, നല്ല ക്ലൈമറ്റാണെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു. KSRTC ബസ്സിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. ഞങ്ങളൊരു ഉച്ച ടൈം ആയപ്പോഴത്തേക്കാണ് തമ്പാനൂർ വന്നു. തമ്പാനൂർ 2 മണിക്കുള്ള ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. 2 മണിക്കൂർ ഇടവിട്ട് ബസ്സുണ്ട് കേട്ടോ. അവിടെ ഒരു ചാർട്ട് ഷീറ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഈ ബസ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഈ ടൈമൊക്കെ. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇവിടെ ഒരു പൊന്മുടിയിലേക്ക് പോകാനായിട്ട് ഏകദേശം 52 കിലോമീറ്ററാണ് എടുക്കുന്നത്. ഒരു 2.5-3 മണിക്കൂർ അടുപ്പിച്ച് അവിടെ എത്താനായിട്ട് വരും. ഒന്ന് കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റി. ബസ് ചാർജ് ആയത് നമുക്ക് 2 പേർക്കും 158 രൂപയാണ് ആയത്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. തമ്പാനിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ പൊന്മുടിയിലോട്ട് പോകാനായിട്ട് ഈ കാണുന്ന ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെ ഇരുന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വരുവാണ്. ചേട്ടാ ഒരു സൈഡിൽ നിന്ന് റീൽസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 ഹെയർ പിന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പ് വന്ന് തുടങ്ങി. അപ്പോൾ എന്തായാലും നല്ല കോടയായിരിക്കും, ആ ഒരു പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത്. അടിപൊളി റീൽസും വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമൊക്കെ വരുന്നവരാണെങ്കിൽ ആദ്യം ബസ്സിൽ തന്നെ വരാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മൾ കാറിലാണ് വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 2 വീലറൊക്കെ ആണ് വരുന്നതെങ്കിൽ ഫുൾ ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ ഫുൾ ഫോണിലായിരിക്കും, നമുക്കൊന്നും എൻജോയ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ബസ്സിലെ യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നേരെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ ഒരു കോട പോയിട്ട് ഒരു മഞ്ഞ് തുള്ളി പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞങ്ങൾ കണ്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ശോകമായിപ്പോയി. പക്ഷെ എന്തായാലും ഞങ്ങൾ അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ അവിടെ അങ്ങോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ അഡ്വഞ്ചറായിട്ട് നമുക്ക് നടക്കാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. മനസ്സിൽ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ നടക്കാൻ തുടങ്ങി. ടിക്കറ്റ് ചാർജ് എത്രയെന്ന് പറഞ്ഞില്ല. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 40 രൂപയാണ്. പിന്നെ നമ്മുടെ ബസ് വരുന്നത് 5:30-ക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ഏകദേശം എല്ലാം നടന്ന് കണ്ടിട്ട് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ബസ് വന്നിട്ടില്ല. പക്ഷേ ഒരു ഈവനിങ് ഒരു 5 മണി 5:15 ആയപ്പോഴത്തേക്കും ചെറിയൊരു കോട വന്ന് തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സിന് വേണ്ടി നല്ല വെയിറ്റിംഗ് ആയിരുന്നു. 5:30 ആയിട്ടും ബസ് വന്നില്ല. ഈ കാണുന്ന ബസ് ഉല്ലാസയാത്ര പോകുന്നതാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ പൊന്മുടിയിലോട്ട് വരുന്നതാണ്. നമുക്ക് നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബസ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് കോട വരുന്നത് ഗൈസ്. ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. അപ്പോൾ കോടയും മഴയും ഒക്കെ ആയിരുന്നു. നമുക്ക് അടുത്ത് നിൽക്കുന്നവരെയും കാണാൻ പറ്റാത്തത്ര കോടയായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടോ. ലാസ്റ്റ് നിമിഷം നമുക്ക് കോട കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെ ബസ് വന്നപ്പോൾ 7 മണിയായിട്ടോ. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിലും നല്ല കോടയായിരുന്നു കേട്ടോ. ബസ് പോകാനായിട്ട് തന്നെ നല്ല ഒരു ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം ഫ്രണ്ടിൽ റോഡ് പോലും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 11 മണിയായിട്ടോ. എന്തായാലും നിങ്ങൾ ബസ്സിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ പൊന്മുടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.